ഇസ്ലാമിൻ്റെ ആളുകൾ ഈ മതത്തിൻ്റെ ഒരു വലിയ നേട്ടമായിട്ട് പൊക്കിക്കാണിക്കാറുള്ള ഒരു കാര്യമാണ് മദ്യവുമായി ബന്ധപ്പെട്ട കാര്യം. ഇസ്ലാം മദ്യം നിരോധിച്ചിരിക്കുന്നു. മദ്യം ആണ് മനുഷ്യർ ചെയ്യുന്ന ഏറ്റവും വലിയ തിന്മ. അതാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ മഹത്വമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു കാര്യം. അതുപോലെ വളരെ നിസ്സാരമായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് ഇസ്ലാം വലിയ ആനക്കാര്യമായിട്ട് പൊക്കിക്കാണിക്കാറുള്ളത്. മറ്റൊന്നും കാണിക്കാനില്ലാത്തത് കൊണ്ടാണ് ഇസ്ലാമിൻ്റെ ആളുകൾ ഈ മദ്യം, പലിശ, ചൂതാട്ടം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീമ്പ് പറയാറുള്ളത്. എന്താണ് ഇസ്ലാം മദ്യവുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ള നിലപാടുകൾ? ഖുർആനിൽ മദ്യത്തെക്കുറിച്ച് എന്തൊക്കെ പരാമർശങ്ങളാണുള്ളത്? അതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അൽ-ബഖറ സൂറത്തിലെ 219 ആയത്താണ് ഇനി നമുക്ക് ഖുർആൻ ക്ലാസ്സിൽ എടുക്കാനുള്ളത്. ആ വാക്യത്തിലാണ് മദ്യത്തെക്കുറിച്ചും ചൂതാട്ടത്തെക്കുറിച്ചുമുള്ള പരാമർശങ്ങൾ ആദ്യമായിട്ട് ഖുർആനിൽ വരുന്നത്. ആദ്യമായിട്ട് വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിലുള്ള ഖുർആൻ എന്ന പുസ്തകത്തിൽ ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് അവിടെയാണ്. എന്നാൽ മദ്യത്തെ സംബന്ധിച്ച് ഖുർആനിൽ 3-4 സ്ഥലത്ത് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം പരസ്പര വിരുദ്ധമാണ്. ആ അഭിപ്രായങ്ങളൊക്കെ വന്നിട്ടുള്ളതിൻ്റെ ക്രോണോളജി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ വായിക്കാൻ പോകുന്ന ആദ്യം കാണുന്ന വാക്യമൊക്കെ പിന്നീട് വന്നതാണെന്നാണ് മുഫസ്സിറുകൾ പറയുന്നത്. എന്നാൽ ഈ ഖുർആനെ ഖുർആൻ കൊണ്ട് തന്നെ മനസ്സിലാക്കാമെന്നും അതിനനുബന്ധമായിട്ട് ഹദീസുകളോ വ്യാഖ്യാനങ്ങളോ ഒന്നും ആവശ്യമില്ല എന്നും വാദിക്കുന്ന ഖുർആനിസ്റ്റുകളുണ്ട് നമ്മുടെ മുമ്പിൽ. ഈ ഖുർആനിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഖുർആനിൽ ആദ്യം കാണുന്ന മദ്യത്തെ സംബന്ധിക്കുന്ന വാക്യം നമ്മൾ ഈ വായിക്കാൻ പോകുന്ന 219 പിന്നീട് വരുന്നതൊക്കെ അതിന് ശേഷമാണ് വരുന്നത്. അങ്ങനെ ഖുർആനിൽ കാണുന്ന ഈ ക്രമത്തിൽ മദ്യത്തെക്കുറിച്ച് പരസ്പര വിരുദ്ധമായി പറഞ്ഞിട്ടുള്ള 3-4 കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് നല്ലൊരു കോമഡി ഉണ്ട്. ഏറ്റവും അവസാനം പറയുന്നതാണ് മദ്യത്തെക്കുറിച്ചുള്ള അവസാന വാക്ക് ആയിട്ട് കണക്കാക്കേണ്ടി വരിക. അങ്ങനെ കണക്കാക്കിയാൽ മദ്യം ഹലാലാണ് എന്നാണ് വരിക. അതിൻ്റെ കോമഡിയിലേക്കാണ് നമ്മളിന്ന് വരുന്നത്. എന്തായാലും ഈ 219 വാക്യം ഞാൻ ആദ്യം വായിക്കാം. തുടർന്ന് മദ്യത്തെക്കുറിച്ച് ഇതേ ഖുർആനിൽ മറ്റു പല അധ്യായങ്ങളിലും വന്നിട്ടുള്ള വാക്യങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കാം. ഓരോ വാക്യങ്ങളും ഏതേത് സന്ദർഭങ്ങളിലാണ് അവതരിച്ചിട്ടുള്ളത് എന്നും മദ്യത്തെ സംബന്ധിച്ച് ഖുർആനിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ ഇന്നത്തെ ഖുർആൻ വ്യാഖ്യാതാക്കൾ അവകാശപ്പെടുന്നത് പോലെ മദ്യം ഘട്ടം ഘട്ടമായിട്ട് അള്ളാഹു നിരോധിച്ചതാണോ, അള്ളാഹു ആകാശത്ത് എഴുതി വെച്ച ഒരു കിതാബിൽ അങ്ങനെ പല ഘട്ടങ്ങൾ എഴുതി വെച്ചിട്ട് അതെല്ലാം കൂടെ അങ്ങോട്ട് ഇറക്കിയതാണോ, അതോ മുഹമ്മദിൻ്റെ മുമ്പിൽ വന്നിട്ടുള്ള സന്ദർഭങ്ങളും സാഹചര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അനുസരിച്ച് താൽക്കാലികമായി മുഹമ്മദ് അപ്പോൾ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞതാണോ എന്നൊക്കെ നമുക്ക് ഈ ഒരു ചർച്ചയിലൂടെ പരിശോധിക്കാൻ കഴിയും. എന്തായാലും ഞാൻ 219 വാക്യം വായിക്കാം. നിന്നോടവർ മദ്യത്തെയും ചൂതാട്ടത്തെയും പറ്റി ചോദിക്കുന്നു. പറയുക, അവ രണ്ടിലും ഗുരുതരമായ പാപമുണ്ട്. ജനങ്ങൾക്ക് ചില പ്രയോജനങ്ങളുമുണ്ട്. എന്നാൽ അവയിലെ പാപത്തിൻ്റെ അംശമാണ് പ്രയോജനത്തിൻ്റെ അംശത്തേക്കാൾ വലുത്. എന്തൊന്നാണ് അവർ ചെലവ് ചെയ്യേണ്ടത് എന്നും അവർ നിന്നോട് ചോദിക്കുന്നു. നീ പറയുക, മിച്ചമുള്ളത്. അങ്ങനെ ഇഹപര ജീവിതങ്ങളെപ്പറ്റി നിങ്ങൾ ചിന്തിക്കുവാൻ വേണ്ടി അള്ളാഹു നിങ്ങൾക്ക് തെളിവുകൾ വിവരിച്ചു തരുന്നു. ഇവിടെ മദ്യത്തെക്കുറിച്ചും ചൂതാട്ടത്തെക്കുറിച്ചും പിന്നെ ചെലവ് ചെയ്യേണ്ടത് എന്താണ്, എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ചും ആരൊക്കെയോ ചോദിക്കുന്നു എന്നും പറഞ്ഞിട്ട് ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം മദ്യത്തെക്കുറിച്ചുള്ള ഈ ചോദ്യം ആരാണ് ഉന്നയിച്ചത് എന്നും എന്താണ് അതിൻ്റെ പശ്ചാത്തലം എന്നും നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മദ്യത്തെക്കുറിച്ച് ഖുർആനിൽ വന്നിട്ടുള്ള മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലമായിട്ട് ഇബ്നു അബ്ബാസിൻ്റെ വ്യാഖ്യാനത്തിൽ കാണുന്നത് ഇങ്ങനെയാണ്. ദിസ് വാസ് റിവീൽഡ് അബൌട്ട് ഉമർ ബിൻ ഖത്താബ് ഹു പ്രേഡ്, ഓ അല്ലാഹ്, ഷോ us യുവർ ജഡ്ജ്മെൻറ്റ് റിഗാർഡിംഗ് ആൽക്കഹോളിക് ഡ്രിങ്ക്സ്. സോ അല്ലാഹ് സെഡ് ടു മുഹമ്മദ്. അപ്പോൾ മുഹമ്മദിൻ്റെ മുമ്പിൽ വന്നിട്ട് ഉമർ ഖത്താബ് അള്ളാഹുവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, അള്ളാഹുവേ, ഈ മദ്യത്തെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഓർഡർ ഇറക്കിക്കൊണ്ടാ എന്ന്. അത് കേട്ടപ്പോൾ മുഹമ്മദ് അള്ളാഹുവിൻ്റെ പേരിൽ അവതരിപ്പിച്ചതാണ് ഈ വാക്യം എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. മദ്യത്തെക്കുറിച്ച് വന്നിട്ടുള്ള എല്ലാ വാക്യങ്ങളും ഇതുപോലെ ഉമർ വന്ന് നിർബന്ധിച്ച് പറഞ്ഞതാണ് എന്ന് ഇതിനെ തുടർന്ന് നമുക്ക് ഇതേപോലെയുള്ള
ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ നിന്ന് തന്നെ കാണാം, ഹദീസുകളിലും കാണാം. ഉമർ ഒരിക്കൽ വന്നിട്ട് മദ്യത്തെക്കുറിച്ച് എന്തെങ്കിലും പറയണമെന്ന് ആവശ്യപ്പെടുന്നു. അപ്പോൾ മുഹമ്മദ് എന്തോ ചെറുതായിട്ടൊന്ന് പറയുന്നു. അത് കഴിഞ്ഞ് പിന്നെയും ഉമർ വന്നിട്ട് ശല്യം ചെയ്യുന്നു. അപ്പോൾ ആ പറഞ്ഞതിനേക്കാളും കുറച്ചും കൂടെ ഡോസ് കൂട്ടി വേറെ ഒന്ന് പറയുന്നു. പിന്നെയും ഉമർ വന്നിട്ട് ശല്യം ചെയ്യുന്നു. മദ്യത്തെക്കുറിച്ച് അങ്ങനെ പറഞ്ഞാൽ പോരാ, കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് നിരോധിക്കുന്ന രീതിയിൽ പറയണമെന്ന് ആവശ്യപ്പെടുന്നു. അങ്ങനെ മൂന്നാമത്തെ പ്രാവശ്യവും ഉമർ വന്നിട്ട് നിർബന്ധിച്ചപ്പോഴാണ് മദ്യം ഏതാണ്ട് വർജിക്കുക അല്ലെങ്കിൽ ഒഴിവാക്കുക എന്ന മട്ടിലുള്ള ആയത്തിറങ്ങിയത് എന്നൊക്കെ വിശദീകരിക്കുന്ന വിവരണങ്ങൾ നമുക്കിവിടെ കാണാം. ഇവിടെ ഈ വാക്യവും ഉമർ വന്ന് നിർബന്ധിച്ചപ്പോൾ, ഉമർ വന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചപ്പോൾ അവതരിച്ചു എന്നാണ് പറയുന്നത്. ഈ വാക്യത്തിൽ പറയുന്ന മറ്റേ ചെലവ് ചെയ്യുന്ന കാര്യം, ദിസ് വാസ് റിവീൽഡ് അബൌട്ട് അംറുബിന് അൽ ജുമു ഹു ആസ്ക്ഡ് ദി പ്രോഫറ്റ് വാട്ട് ഷുഡ് വി സ്പെൻഡ് ഫ്രം അവർ വെൽത്ത്. Allah told his prophet, they ask you about that they should spend from their wealth. This was abrogated by those words on the poor due. ഈ വാക്യം പിന്നീട് റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഇബ്നു അബ്ബാസ് പറയുന്നത്. ഏത് വാക്യം? ഈ ചെലവിനെ സംബന്ധിച്ച്, എന്താണ് നമ്മൾ ചെലവാക്കേണ്ടത് എന്ന ചോദ്യത്തെ സംബന്ധിച്ച് ഈ ഇറങ്ങിയിട്ടുള്ള ആയത്ത് പിന്നീട് റദ്ദാക്കി. അത് റദ്ദാക്കാൻ കാരണം സക്കാത്ത് കൊടുക്കുന്നതിനെ സംബന്ധിച്ചുള്ള പുതിയ നിയമങ്ങളും ചട്ടങ്ങളുമൊക്കെ ഖുർആനിൽ നിലവിൽ വന്നതോടുകൂടി എന്തെങ്കിലുമൊക്കെ മിച്ചമുള്ളത് ചിലവാക്കിയാൽ മതി എന്ന് പറയുന്ന ഈ കാര്യം ഒഴിവാക്കിയിട്ടുണ്ട്, അത് റദ്ദാക്കിയിട്ടുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഈ ചിലവാക്കുന്ന കാര്യം എന്ന് പറയുന്നതിനെക്കുറിച്ച് വ്യാഖ്യാതാക്കൾ പറയുന്നത്, നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പണം ചെലവഴിക്കുന്നതിനെക്കുറിച്ചാണ് ഇവിടെ ചോദ്യമെന്നാണ്. അതായത് ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള കുടുംബപരമായിട്ടുള്ള എല്ലാ ചെലവും കഴിച്ച് അയാൾ പിന്നെ അയാളുടെ വരുമാനത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, അതായത് സക്കാത്ത് കൊടുത്തിട്ടും മറ്റുമൊക്കെയാണല്ലോ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൂലി നേടുക. അങ്ങനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, ദീനിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കേണ്ടത് എന്താണ്, വരുമാനത്തിൽ നിന്ന് എത്രയാണ് അല്ലെങ്കിൽ എന്താണ് എന്നാണ് ചോദ്യം. അത് അംറുബിന് ജമു എന്നറിയുന്ന ആൾ മുഹമ്മദ് നബിയോട് വന്ന് ചോദിച്ചപ്പോൾ അയാളോട് പറയുന്ന ഉത്തരമാണ്, നിങ്ങളുടെ എല്ലാ ചിലവും കഴിച്ച് എന്തെങ്കിലും മിച്ചമുണ്ടെങ്കിൽ അത് അള്ളാഹിൻ്റെ മാർഗത്തിൽ ചിലവഴിച്ചാൽ മതി എന്നാണ് ഇവിടെ പറഞ്ഞത്. എന്നാൽ പിന്നീട് അതിനൊക്കെ ഒരു നിശ്ചിതമായിട്ടുള്ള വ്യവസ്ഥയും തുകയൊക്കെ വെച്ചിട്ടുണ്ട്. സക്കാത്തിൻ്റെ നിയമങ്ങൾ വന്നപ്പോൾ അതോടുകൂടി ഈ പറഞ്ഞത് ക്യാൻസലായിട്ടുണ്ട്, റദ്ദാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇങ്ങനെയാണ് അള്ളാഹുവിൻ്റെ ഓരോരോ പരിപാടി. അള്ളാഹു ലോഹുൽ മഹ്ഫൂദിൽ ലോകാവസാനം വരേക്ക് എല്ലാ മനുഷ്യന്മാർക്കും വേണ്ടിയിട്ട് കൊടുത്തേക്കാനൊരു കിതാബ് ഉണ്ടാക്കിയപ്പോൾ ആ കിതാബിനൊരു വ്യവസ്ഥയും വെള്ളിയാഴ്ചയൊന്നുമില്ല. ആ കിതാബിൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ പെൻഡിങ്ങിൽ വെച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ പരസ്പര വിരുദ്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓരോ സന്ദർഭത്തിലും പറയാനുള്ളതൊക്കെ അതിനകത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്ന രീതിയിലാണ് ഇത് കഥകൾ പറയുന്നത്. പക്ഷേ ഒരു അള്ളാഹു ഇറക്കിയ പുസ്തകമാണെങ്കിൽ, സർവജ്ഞാനിയായ ദൈവത്തിൻ്റെ പുസ്തകമാണെങ്കിൽ, ആ പുസ്തകത്തിൽ മനുഷ്യന്മാരോട് എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത്, ആ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം വളച്ചുകെട്ടില്ലാതെ നേരെ ചൊവ്വെ വെട്ടിത്തിരുത്തില്ലാതെ അങ്ങോട്ട് പറഞ്ഞാൽ മതി. അത് പറയാവുന്ന രീതിയിൽ അവിടെ തയ്യാറാക്കി വെച്ചാൽ മതി. പക്ഷേ ഈ പുസ്തകം ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെയൊന്നുമല്ല എന്നതിൻ്റെ തെളിവുകളാണ് ഈ പുസ്തകത്തിലുള്ള മുഴുവൻ വാക്യങ്ങളും. കാരണം മുഹമ്മദ് നബിയുടെ മുമ്പിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങളും അദ്ദേഹം നേരിട്ട് അഭിമുഖീകരിച്ചിട്ടുള്ള ആ സമയത്തുള്ള താൽക്കാലികമായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ അനുസരിച്ച് അപ്പോൾ ആ മനുഷ്യൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുകയും പിന്നീട് മറ്റൊരു സന്ദർഭം വന്നപ്പോൾ അതിന് വിരുദ്ധമായിട്ട് മറ്റൊന്ന് നിർദ്ദേശിക്കുകയും അങ്ങനെ പരസ്പര വിരുദ്ധമായ ഒരേ വിഷയത്തിൽ തന്നെ പല കാര്യങ്ങളും പറയുകയുമാണ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ തന്നെ ഒരു പുസ്തകമാക്കി ക്രോഡീകരിച്ച് തൻ്റെ മരണശേഷം ആളുകളത് ഉപയോഗിക്കണമെന്ന യാതൊരു ചിന്തയും മുഹമ്മദിനുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു നിർദ്ദേശവും മുഹമ്മദ് നൽകിയിട്ടില്ല. മുഹമ്മദിനപ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് സ്വയം പറയുന്നതിന് പകരം അള്ളാഹു എന്ന ഒരു ഫേക്ക് ഐഡി ഉപയോഗിച്ച് പറഞ്ഞ് ആളുകളെ പറ്റിക്കുകയായിരുന്നു മുഹമ്മദ് ചെയ്തിരുന്നത് എന്നതിൻ്റെ ആയിരക്കണക്കിന് തെളിവുകളാണ് നമ്മൾ ഈ ഖുർആനിൽ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ ചെലവ് നടത്തേണ്ട കാര്യമായാലും ചൂതാട്ടത്തിൻ്റെ കാര്യമായാലും മദ്യത്തിൻ്റെ കാര്യമായാലും ഒക്കെ അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. മദ്യത്തിൻ്റെ കാര്യത്തിലൊക്കെ ഖുർആനിൽ പരസ്പര വിരുദ്ധമായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇന്നത്തെ ഖുർആനിൻ്റെ വ്യാഖ്യാതാക്കളും ഇസ്ലാമിൻ്റെ വക്താക്കളും വീണത് വിദ്യ എന്നോണം പറയുന്നത് മദ്യം ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് നിരോധിച്ചതാണ് എന്നാണ്. ഘട്ടം ഘട്ടമായിട്ട് നിരോധിച്ചതാണെങ്കിൽ ആ നിരോധനത്തിൻ്റെ ആദ്യ ഘട്ടമാണ് ഖുർആനിലെ ആദ്യത്തെ അധ്യായത്തിലോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വായിക്കുന്ന രണ്ടാമത്തെ അധ്യായത്തിലോ വരേണ്ടത്. അതനുസരിച്ചാണ് ഖുർആൻ ക്രമീകരിക്കേണ്ടത്. അങ്ങനെ ക്രമീകരിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ ഖുർആനെ ഖുർആൻ കൊണ്ട് വ്യാഖ്യാനിക്കാമെന്നും ഖുർആൻ മാത്രം മതി എന്നൊക്കെ പറയുന്നവർക്ക് ഈ ഘട്ടം ഘട്ടമായി ഇറങ്ങിയ കോലം എന്തായിരിക്കും എന്ന് നമ്മൾ
അതിൻ്റെ കോമഡി നമ്മൾ പിന്നീട് ചർച്ച ചെയ്യാം. ഇവിടെ ഉമ്മർ വന്ന് ആവശ്യപ്പെട്ടപ്പോഴാണ്, അല്ലെങ്കിൽ ഉമ്മർ വന്നിട്ട് അള്ളാഹിൻ്റെ പേരും പറഞ്ഞ് മുഹമ്മദിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് അള്ളാഹ്ക്ക് മദ്യത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു ആയത്തിറക്കണം എന്ന് തോന്നിയത്. അള്ളാഹു എന്താണ് മദ്യത്തെക്കുറിച്ച് പറഞ്ഞത്? നിന്നോടവർ മദ്യത്തെയും ചൂതാട്ടത്തെയും പറ്റി ചോദിക്കുന്നു, പറയുക അവ രണ്ടിലും ഗുരുതരമായ പാപം ഉണ്ട്, ജനങ്ങൾക്ക് ചില പ്രയോജനങ്ങളുമുണ്ട്. എന്നാൽ പാപത്തിൻ്റെ അംശമാണ് പ്രയോജനത്തിൻ്റെ അംശത്തേക്കാൾ വലുത്. ഇതാണ് പറഞ്ഞത്. ഇത് തലക്ക് വെളിവുള്ളവർ പഠിച്ചവൻ പറയേണ്ട വർത്തമാനമല്ല. മദ്യത്തെക്കുറിച്ച് അവർ ചോദിക്കുമ്പോൾ നമ്മളൊക്കെ ആണെങ്കിൽ മദ്യത്തെക്കുറിച്ച് എന്താ പറയുക? അത് മനുഷ്യൻ്റെ തലച്ചോറിനും മനുഷ്യൻ്റെ കരളിനും ഒക്കെ ദോഷം ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടും ധാർമ്മികമായിട്ടും അത് മനുഷ്യരിൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതാണ്, കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ശാരീരികമായും മാനസികമായും സാമൂഹികമായും മദ്യം മനുഷ്യന് ദോഷം ചെയ്യുന്ന ഒരു വസ്തുവാണ്. അതുകൊണ്ട് നിങ്ങൾ മദ്യം ഉപയോഗിക്കരുത് എന്ന് വ്യക്തമായിട്ട് പറയുകയാണ് ചെയ്യേണ്ടത്. അതിന് പകരം അതിൽ നിങ്ങൾക്ക് കുറച്ച് ഗുണമുണ്ട്, കുറേ ദോഷമുണ്ട്, ദോഷമാണ് കൂടുതൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഉരുളേണ്ട ഒരു കാര്യം ദൈവത്തിനില്ല. പറയാനുള്ള കാര്യം നേരിട്ടങ്ങ് പറഞ്ഞാൽ മതി. അങ്ങനെ അഴകുഴമ്പനായിട്ടൊരു ആയത്ത് ആ സമയത്ത് പറയാനുള്ള കാരണം എന്താണെന്ന് നമ്മൾ ഇതിനെ ചരിത്രപരമായി പരിശോധിച്ചാൽ മുഹമ്മദിന് മദ്യത്തെക്കുറിച്ച് യാതൊരു നിലപാടും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഉമ്മർ വന്നിങ്ങനെ നിർബന്ധിക്കുമ്പോൾ ഉമ്മറിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അപ്പോൾ ഒത്തോടത്തേക്ക് എത്തത് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞതാണ്. അങ്ങനെ പറഞ്ഞതാണ് മുഹമ്മദ് ഈ കാര്യം. കാരണം മുഹമ്മദിൻ്റെ കൂടെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോന്നിട്ടുള്ള പ്രമുഖരായ ആളുകളെല്ലാം തന്നെ കള്ളുകുടിയന്മാരായിരുന്നു. അതിൻ്റെ തെളിവുകൾ വരുന്നുണ്ട്. ഞാൻ വെറുതെ പറയുന്നതൊന്നുമല്ല. ഈ പറയുന്ന എല്ലാ സഹാബികളും, അലിയും ഹംസയും ഉമ്മറും ഉസ്മാനും, ഈ പറയുന്ന എല്ലാ കക്ഷികളും, ഇനി മുഹമ്മദ് കുടിച്ചിരുന്നോ ഇല്ലേ എന്നുള്ളത് വ്യക്തമല്ല, അതിനെക്കുറിച്ചൊന്നും എവിടെയും വ്യക്തമായിട്ട് പറയുന്നില്ല. പക്ഷേ മുഹമ്മദിൻ്റെ കൂടെ മക്കയിൽ നിന്ന് പോന്നിട്ടുള്ള പ്രമുഖരായിട്ടുള്ള എല്ലാ സഹാബികളും മൂക്കറ്റം കള്ളു കുടിച്ചിരുന്നവരാണ് എന്ന് വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. അതിൻ്റെ തെളിവുകൾ ഈ മദ്യവുമായി ബന്ധപ്പെട്ട ഖുർആൻ്റെ വ്യാഖ്യാനങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഉമ്മർ വന്ന് ശല്യം ചെയ്തപ്പോൾ ഒരു അഴകുഴമ്പൻ വർത്താനം പറഞ്ഞതാണ് ഈ വാക്യം. എന്നാൽ ഈ മദ്യത്തെക്കുറിച്ച് ഖുർആനിൽ വേറെ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? ഖുർആനിൽ കൊടുത്തിട്ടുള്ള ക്രമം അനുസരിച്ചാണെങ്കിൽ ഇപ്പം നമ്മൾ ഈ പറഞ്ഞതാണ് ആദ്യം കാണുന്ന വാക്യം. ആദ്യം അവതരിച്ചത് ഇതല്ല എന്നാണ് വ്യാഖ്യാതാക്കൾ പറയുന്നത്. പക്ഷേ ഖുർആനിൽ ആദ്യം കാണുന്നത് ഇതാണ്. മദ്യത്തിൽ കുറച്ച് ഗുണമുണ്ട്, കുറേ ദോഷമുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങ് നിർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി മദ്യത്തെക്കുറിച്ചുള്ള അടുത്ത വാക്യം 4-ാം അധ്യായത്തിൽ ഖുർആനിലെ ഇപ്പോൾ കാണുന്ന ക്രമത്തിലാണ് ഞാൻ ആദ്യം പറയുന്നത്. അടുത്ത വാക്യം 4-ാം അധ്യായത്തിലെ 43-ാമത്തെ വാക്യമാണ്. അതിങ്ങനെയാണ്: വിശ്വാസികളെ, ലഹരി ബാധിച്ചവരായിക്കൊണ്ട് നിങ്ങൾ നമസ്കാരത്തെ സമീപിക്കരുത്. നിങ്ങൾ പറയുന്നത് എന്ത് എന്ന് നിങ്ങൾക്ക് ബോധമുണ്ടാകുന്നത് വരെ. കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് നിസ്കാരവുമായി ബന്ധപ്പെട്ട. ആ കൂട്ടത്തിൽ ആദ്യം പറയുന്നത്, നിങ്ങൾ ലഹരി ബാധിച്ചവരായിക്കൊണ്ട് കള്ള് കുടിച്ചവരെ എന്ന നിലയിൽ നിങ്ങൾ നിസ്കരിക്കാൻ വരരുത്. നിങ്ങൾ പറയുന്നത് എന്ത് എന്ന് നിങ്ങൾക്ക് ബോധമുണ്ടാകുന്നത് വരെ. എന്ന് വെച്ചാൽ നിങ്ങൾ കള്ള് കുടിച്ചിട്ട് നിസ്കരിക്കാൻ വരരുത്, നിങ്ങൾ പൂസ് ഇറങ്ങിയിട്ട് നിസ്കരിക്കാൻ വന്നാൽ മതി എന്നാണ് ഇവിടെ പറയുന്നത്. ഇതാണ് രണ്ടാമത് കാണുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞത് കള്ളിൽ കുറച്ച് ഗുണമുണ്ട്, കുറേ ദോഷമുണ്ട് എന്ന് മാത്രം പറഞ്ഞു നിർത്തി. രണ്ടാമത് പറയുന്നത്, നിസ്കരിക്കാൻ വരുമ്പോൾ നിങ്ങൾ കള്ള് കുടിച്ചിട്ട് വരരുത്, ആ പൂസ് ഇറങ്ങിയിട്ട് വന്നിട്ട് നിസ്കരിച്ചാൽ മതി. നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് അറിയാത്ത നിലയിലായി നിങ്ങൾ നിസ്കരിക്കാൻ വരരുത് എന്നാണ് പറഞ്ഞത്. ഈ വാക്യം അവതരിച്ചതിൻ്റെ സന്ദർഭമാണ് ഈ പറയുന്നത്. ദിസ് വേഴ്സ് വാസ് റിവീൽഡ് അബൌട്ട് സം പീപ്പിൾ ഹൂ വർ കമ്പാനിയൻസ് ഓഫ് ദി മെസ്സഞ്ചർ ഓഫ് അള്ളാഹ്. They were in the habit of drinking wine and then going to pray while still drunk. Because of this, they did not know how many units of prayer they performed or what they said in their prayers. One day, Abdurrahman ibn Auf prepared food and invited some companions of the Prophet. They ate and drank, and when the time of the Maghrib prayer was due, they stood up to pray. One of them stepped forward to lead the prayer. He recited, "Say, O disbelievers," അതായത് സൂറത്തുൽ കാഫിറൂനാണ് ഓതിയത്, but did not recite correctly, and so Allah revealed this verse. ഒരു ദിവസം നല്ലോണം കള്ള് കുടിച്ചൊരു സദ്യയൊക്കെ കഴിഞ്ഞിട്ട് മഗ്രിബ് നിസ്കരിക്കാൻ പോയി. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ മഗ്രിബിക്ക് ഇമാമ് നിന്നു. ഇമാമ് സൂറത്തുൽ കാഫിറൂന് തലകുത്തനെ ഓതി. അപ്പോഴാണ്
ഈ ആയത്തിറങ്ങിയത് എന്നാണ്. ആ ഇമാം അലി ആയിരുന്നു എന്നും ഓതിയത് സൂറത്തുൽ കാഫിറൂൻ ആയിരുന്നു എന്നും, അല്ലയോ കാഫിറുകളെ, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞങ്ങൾ ആരാധിക്കുകയില്ല, ഞങ്ങൾ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കുകയില്ല എന്നാണ് സൂറത്തുൽ കാഫിറൂനിൽ പറയുന്നത്. അത് കള്ളു കുടിച്ചിട്ട് അലി നേരെ തിരിച്ചു ഓതി, നിങ്ങൾ ആരാധിക്കുന്നതിനെ തന്നെ ഞങ്ങളും ആരാധിക്കും, ഞങ്ങൾ ആരാധിക്കുന്നതിനെ തന്നെ നിങ്ങളും ആരാധിക്കും എന്ന് പറഞ്ഞിട്ട് സൂറത്തുൽ കാഫിറൂന് തലകുത്തനെ കുഴയാക്കിയിട്ട് ഓതി കള്ളു കുടിച്ചിട്ട് എന്നാണ്. അപ്പോൾ ഖുർആനും കൊളായി, നിസ്കാരം കൊളായി, എല്ലാം കൊളായി. ഇമാം തന്നെ ഈ കോലത്തിലാണ് നിസ്കരിച്ചത്. ഇത് നബി അറിഞ്ഞപ്പോഴാണ് അള്ളാഹ്ക്ക് മനസ്സിലായത് കള്ളു കുടിച്ചിട്ട് നിസ്കരിക്കാൻ പാടില്ല എന്ന്. അപ്പോൾ അള്ളാഹ് ഒരായത്തിറക്കി, കള്ളു കുടിച്ചിട്ട് നിസ്കരിക്കാൻ വരരുത്, നിങ്ങൾ പൂസ് ഇറങ്ങിയിട്ട് വന്നാൽ മതി. ഇതാണ് ഖുർആനിൽ ഇറങ്ങിയ രണ്ടാമത്തെ കള്ളായത്തിൻ്റെ കഥ. എന്താണ് തള്ള്? പഠിച്ചവനിങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഖുർആനിൽ മദ്യം നിരോധിച്ചു എന്നാണ്. ഘട്ടം ഘട്ടമായിട്ട് നിരോധിച്ചതൊന്നുമല്ല, മറിച്ച് ഓരോ സന്ദർഭത്തിനനുസരിച്ച് അപ്പോൾ കള്ളുടിയന്മാരുണ്ടാക്കിയ ഓരോരോ പ്രശ്നങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും അനുസരിച്ച് മുഹമ്മദിന് അപ്പോൾ തോന്നിയത് വിളിച്ച് പറഞ്ഞതാണ്. തലക്ക് വെളിവുള്ള ഒരു പഠിച്ചവനാണെങ്കിൽ നിങ്ങൾ കള്ളുടിച്ചാണ് നിസ്കരിക്കാൻ വരരുത് എന്ന് ആയത്തിറക്കുമോ? കള്ള് ഘട്ടം ഘട്ടമായിട്ട് നിരോധിക്കാൻ ഉദ്ദേശിച്ച ഒരാളാണെങ്കിൽ ഒരിക്കലും സാധ്യമല്ല. ദൈവമാണ് ഇതിറക്കിയതെങ്കിൽ, മദ്യം നിരോധിക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ദൈവം ഖുർആൻ ഉണ്ടാക്കിയിട്ടുള്ളതെങ്കിൽ ആ ഖുർആനിൽ ഒരൊറ്റ ആയത്തെ മദ്യത്തെക്കുറിച്ച് ഉണ്ടാവുള്ളൂ. ആ ആയത്തിൽ മദ്യം കൊണ്ട് മനുഷ്യർക്ക് സംഭവിക്കുന്ന ദൂഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ലളിതമായിട്ട് വിശദീകരിച്ച ശേഷം നിങ്ങൾ മദ്യം ഉപേക്ഷിക്കുക എന്ന് പറയുകയായിരുന്നു ചെയ്യുക. അവിടെ ഘട്ടം ഘട്ടം ഒന്നും പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിസ്കരിക്കാൻ വരുമ്പോൾ കള്ളുടിച്ചിട്ട് വരരുത് എന്ന് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ പൂസിറങ്ങിയിട്ട് നിസ്കരിക്കാൻ വന്നോളൂ എന്ന മണ്ടത്തരമൊന്നും ഒരു ദൈവം പറയില്ല. അപ്പോൾ ഇത് ഘട്ടം ഘട്ടം ഇറക്കിയതല്ല. മുഹമ്മദിന് ഒരു വെളിവുണ്ടായിരുന്നില്ല, മുഹമ്മദിന് ഇതിനെക്കുറിച്ച് ഒരു നിലപാടുണ്ടായിരുന്നില്ല. കാരണം മുഹമ്മദിൻ്റെ കൂടെയുള്ള കള്ളുടിയന്മാർ പിണങ്ങി പോകുമോ എന്നുള്ള ആശങ്കയുണ്ടായിരുന്നു. അല്ലെങ്കിൽ കള്ളുകൂടി കൊണ്ട് അത്ര വലിയ പ്രയാസമൊന്നും ഇല്ല എന്നായിരുന്നു മുഹമ്മദ് ധരിച്ചു വെച്ചിരുന്നത്. പക്ഷേ കള്ളുകുടിയന്മാർ മുഹമ്മദിൻ്റെ മുമ്പിൽ തൻ്റെ അനുയായികളായിട്ട് വന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാക്കിയ ഓരോ സന്ദർഭത്തിലും അതിനനുസരിച്ച് മുഹമ്മദ് അപ്പോൾ തോന്നിയത് വിളിച്ചു പറഞ്ഞതാണ് ഖുർആനിലെ മദ്യത്തിൻ്റെ ആയത്തുകൾ. അല്ലാതെ പടച്ചോൻ ലൗഹുൽ മഹ്ഫൂദിൽ ഇങ്ങനത്തെ വിഡ്ഢിത്തങ്ങളൊന്നും ഘട്ടം ഘട്ടമാക്കാൻ വേണ്ടിയിട്ട് എഴുതി വെക്കേണ്ട ഒരു കാര്യവുമില്ല. നിങ്ങൾ നിസ്കരിക്കാൻ വരുമ്പോൾ പൂസിറങ്ങിയിട്ട് വന്നോളൂ എന്നൊന്നും ഒരു വെളിവുള്ള ദൈവം ഒരിക്കലും ആയത്തിറക്കില്ല. അതല്ലെങ്കിൽ ദൈവവും ഇതേ അവസ്ഥയിലുള്ള ആളായിരിക്കണം. ഇനി ഖുർആനിലെ അടുത്ത കള്ളിൻ്റെ ആയത്ത്, അത് 5-ാം അധ്യായത്തിലെ 91-ാം വാക്യമാണ്. വിശ്വാസികളെ, മദ്യവും ചൂതാട്ടവും പ്രതിഷ്ഠകളും പ്രശ്നം വെച്ച് നോക്കാനുള്ള അമ്പുകളും പൈശാചികമായ മ്ലേച്ഛവൃത്തി മാത്രമാകുന്നു. അതിനാൽ നിങ്ങൾ അതൊക്കെ വർജിക്കുക, നിങ്ങൾ വിജയം പ്രാപിച്ചേക്കാം. പിശാച് ഉദ്ദേശിക്കുന്നത് മദ്യത്തിലൂടെയും ചൂതാട്ടത്തിലൂടെയും നിങ്ങൾക്കിടയിൽ ശത്രുതയും വിദ്വേഷവും ഉളവാക്കുവാനും അള്ളാഹുവെ ഓർമ്മിക്കുന്നതിൽ നിന്നും നമസ്കാരത്തിൽ നിന്നും നിങ്ങളെ തടയുവാനും മാത്രമാകുന്നു. അതിനാൽ നിങ്ങൾ വിരമിക്കുവാൻ ഒരുക്കമുണ്ടോ? ഇത്രയേ ഉള്ളൂ. നിങ്ങൾ വിരമിക്കാൻ ഒരുക്കമുണ്ടോ എന്നേ ചോദിച്ചിട്ടുള്ളൂ. ഇവിടെയും മദ്യം കർശനമായിട്ട് നിരോധിച്ചിട്ടില്ല, ഹറാമാക്കിയിട്ടില്ല. മറിച്ച് മദ്യം പിശാചിൻ്റെ കളിയാണെന്നും നിങ്ങളെ പരസ്പരം ശത്രുതയിലും വിദ്വേഷത്തിലും ആക്കുന്നത് മദ്യമാണ് എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളിതിൽ നിന്ന് വിരമിക്കാൻ ഉദ്ദേശമുണ്ടോ എന്ന് കൂടെയുള്ള വിശ്വാസികളോട് ചോദിക്കുന്നതായിട്ടാണ് ഈ വാക്യങ്ങൾ രണ്ടും വരുന്നത്. ഇത് 5:90-ഉം 5:91-ഉമാണ്. ഇതാണ് ഖുർആനിൽ കാണുന്ന 3-ാമത്തെ കള്ളിൻ്റെ ആയത്ത്. ഇത് അവതരിപ്പിച്ച സന്ദർഭം എന്താണ്? അതും കൂടെ നമുക്കൊന്ന് വായിച്ചു നോക്കാം. 5:90-91 സന്ദർഭം. സഅദ് ഇബ്നു അബീ വക്കാസിൻ്റെ മകൻ തൻ്റെ വാപ്പ പറഞ്ഞതായിട്ട് ഉദ്ധരിക്കുകയാണ്. അതായത് സഅദ് ഇബ്നു അബീ വക്കാസ് പറഞ്ഞതായിട്ട് ഉദ്ധരിക്കുകയാണ്. ഐ വെൻറ്റ് ടു എ ഗ്രൂപ്പ് ഓഫ് എമിഗ്രൻറ്റ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് ആൻഡ് ദേ സെഡ് ടു മീ, ലെറ്റ് us feed you and give you wine to drink. This was before intoxicants were made unlawful. So I went to a field where they had a roasted camel's head and a barrel of wine. I ate and drank with them. Then I mentioned the emigrants and the helpers and said, the emigrants are better than the helpers. One of the men grabbed one of the jawbones of the head we ate and hit me with it, severing my nose in the process. I went to the messenger of Allah and informed him of what had happened, and Allah revealed about me the matter of intoxicants. ഈ ആയത്തിറങ്ങിയ പശ്ചാത്തലമായിട്ട് സഅദ് ഇബ്നു അബീ വക്കാസ് പറഞ്ഞതാണിത്.
ഒരു ദിവസം അദ്ദേഹം കൂട്ടുകാരും ഒത്തിട്ട് ഇരിക്കുമ്പോൾ അവർ പറഞ്ഞു, നമുക്കൊരു ഒട്ടകത്തിൻ്റെ തലയൊക്കെ അവിടെ പൊരിച്ചു വെച്ചിട്ടുണ്ട്, ഒരു ബാരൽ കള്ളുണ്ട്, നമുക്കത് കഴിക്കാമെന്ന് പറഞ്ഞ് മൂപ്പരും പോയി അവരുടെ കൂട്ടത്തിലിരുന്നിട്ട് കഴിച്ചു. കൂട്ടത്തിൽ 2 വിഭാഗക്കാരുണ്ടായിരുന്നു, അൻസാറുകളും ഉണ്ടായിരുന്നു, മുഹാജിറുകളും ഉണ്ടായിരുന്നു. മക്കയിൽ നിന്ന് വന്നിട്ടുള്ള മുഹാജിറുകളും മദീനക്കാരായിട്ടുള്ള അൻസാറുകളും, ഈ 2 ഗ്രൂപ്പിലും പെട്ട ആൾക്കാരൊക്കെ ആ സംഘത്തിലുണ്ടായിരുന്നു. അങ്ങനെ വെള്ളം അടിച്ച് പൂസായപ്പോൾ സഅദ് ഇബ്നു അബീ വക്കാസിന് ഒരു കുസൃതി തോന്നി. കുസൃതി തോന്നുക വെച്ചാൽ സാധാരണ കുസൃതിയല്ല, ആ ഇരിക്കുന്ന കൂട്ടത്തിനകത്ത് ഒരു വംശീയമായിട്ടുള്ള വിഭജനം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു വൃത്തികേട് അയാൾ വിളിച്ചു പറഞ്ഞു. എന്താ വിളിച്ചു പറഞ്ഞത്? ഞങ്ങൾ മുഹാജിറുകളാണ്, നിങ്ങൾ ഈ അൻസാറുകളെക്കാൾ നല്ലത്, ഞങ്ങളാണ് നിങ്ങളെക്കാൾ കേമന്മാർ എന്നു മട്ടിൽ അവരെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടും സ്വന്തം വംശത്തിൻ്റെ പൊങ്ങച്ചം പറഞ്ഞുകൊണ്ടും അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കി. അത് കേട്ട പാടെ കള്ളു കുടിച്ച് പൂസായ അൻസാറുകളിൽ ഒരുത്തൻ ആ ഒട്ടകത്തിൻ്റെ താടിയെല്ലാം ഇങ്ങോട്ട് വലിച്ചിട്ട് ഇവൻ്റെ മൂക്കിനിട്ടൊന്നാട് കൊടുത്തു. അങ്ങനെ മൂക്ക് പൊട്ടി ചോര വലിച്ചുകൊണ്ട് അവൻ പോയിട്ട് നബീൻ്റെ അടുത്ത് പോയിട്ട് നടന്ന സംഭവങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു. അപ്പോഴാണ് അള്ളാഹ്ക്ക് ട്യൂബിലൈറ്റ് എത്തിയത്. അപ്പോഴാണ് അള്ളാഹ് ആയത്തിറക്കിയത്. ഏതായത്ത്? അള്ളാഹ് എത്തിയത് വിശ്വാസികളെ മദ്യവും ചൂതാട്ടവും പ്രതിഷ്ഠകളും പ്രശ്നം വെച്ച് നോക്കുന്ന അമ്പുകളും പൈശാചികമായ മിളയച്ച വൃത്തിയാകുന്നു. അതിനാൽ നിങ്ങൾ അതൊക്കെ വർജിക്കുക, നിങ്ങൾക്ക് വിജയം പ്രാപിക്കും. പിശാച് ഉദ്ദേശിക്കുന്നത് മദ്യത്തിലൂടെയും ചൂതാട്ടത്തിലൂടെയും നിങ്ങൾക്കിടയിൽ ശത്രുതയും വിദ്വേഷവും ഉളവാക്കുവാനും അള്ളാഹുവെ ഓർമ്മിക്കുന്നതിൽ നിന്നും നമസ്കാരത്തിൽ നിന്നും നിങ്ങളെ തടയുവാനും മാത്രമാകുന്നു. അതിനാൽ നിങ്ങൾ വിരമിക്കുവാനൊരുക്കമുണ്ടോ? അപ്പോൾ സ്വന്തം അനുയായികൾക്കിടയിൽ വംശീയമായിട്ടുള്ള വിഭജനമുണ്ടാവുകയും അതിൻ്റെ പേരിൽ അടികൂടുകയും ചെയ്ത ഒരു സന്ദർഭത്തിൽ കള്ളു കുടിക്കുന്നത് തൻ്റെ ഈ ഉമ്മത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വലിയ തടസ്സമാകും എന്ന് തോന്നിയ മുഹമ്മദ് അതെല്ലാം കൂടെ വാരിക്കൂട്ടി പറഞ്ഞുകൊണ്ട് അത് പിശാചിൻ്റെ പണിയാണ് മദ്യം, അതുകൊണ്ട് നിങ്ങളത് ഒഴിവാക്കുന്നതാണ് നല്ലത് എന്ന് നിർദ്ദേശിക്കുന്നതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. വെളിവുള്ള ഒരു ദൈവമാണ് എങ്കിൽ ആദ്യം ഒരൊറ്റ ആയത്തിറക്കിയാൽ ഈ കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞു പോയാൽ മതി. മദ്യം കൊണ്ടുണ്ടാകുന്ന ദൂഷ്യങ്ങൾ ഇന്നതൊക്കെയാണ്, അതുകൊണ്ട് നിങ്ങൾ മദ്യം ഉപേക്ഷിക്കുക എന്ന് മര്യാദക്ക് മനസ്സിലാവുന്ന രീതിയിൽ കാര്യകാരണ സഹിതം അങ്ങോട്ട് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് മണ്ടത്തരങ്ങൾ പറയേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. നിസ്കരിക്കാൻ പൂസിറങ്ങിയിട്ട് വരുമെന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടുള്ള വിഡ്ഢിത്തങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല. ഒരു ദൈവം അങ്ങനെയൊന്നും പറയൂല. അപ്പോൾ ഇത് ഒരു നടക്ക് പോവില്ല ഈ കള്ളുകൂടിയും ഉമ്മത്തും കൂടെ എന്ന് മനസ്സിലായ ഒരു സന്ദർഭത്തിലാണ് പിന്നെ പിശാചിൻ്റെ തലയിലേക്ക് ഇതൊക്കെ വെച്ച് കെട്ടിക്കൊണ്ട് പറയുന്നത്. പിശാചിൻ്റെ ആണ് ഇത് എന്നുള്ളത് നേരത്തെ അറിയാമായിരുന്നെങ്കിൽ നിങ്ങൾ ആ പിശാചിൻ്റെ വെള്ളം കുടിച്ചിട്ട് നിസ്കരിക്കാൻ വരണ്ട എന്നും പൂസിറങ്ങിയിട്ട് വരണമെന്നൊന്നും ആയത്തിറക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ അതിൽ കുറച്ചൊക്കെ ഗുണമുണ്ട് എന്നുള്ളതുപോലെ പണ്ടത്തരങ്ങളും പറയേണ്ട കാര്യമില്ല. ഒരു ഗുണമില്ല, കള്ളു കുടിച്ചാൽ എന്ത് ഗുണമുള്ളത്? അതൊക്കെ മണ്ടത്തരങ്ങളാണ്. അങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊക്കെ പറഞ്ഞിട്ട് അവസാനം നിവൃത്തിയില്ല എന്ന് കണ്ടപ്പോൾ സ്വന്തം അനുയായികൾ അടിപിടി കൂടുകയാണെന്നും കച്ചറ ഉണ്ടാക്കുകയാണെന്നും ഇത് അവരെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതിന് വലിയ തടസ്സമാകുന്നു എന്നും ഒക്കെ കണ്ടപ്പോൾ മദ്യം പിശാചിൻ്റെയാണ്, അതുകൊണ്ട് നിങ്ങളത് ഒഴിവാക്കിയാൽ അതാണ് നല്ലത് എന്ന് പറയുകയാണ് ഇവിടെ ചെയ്തത്. ഇതാണ് ഖുർആനിലെ മദ്യത്തെക്കുറിച്ച് തുടർച്ചയായിട്ട് നമ്മൾ കാണുന്ന 3 വാക്യങ്ങൾ. ഇനി മദ്യത്തെക്കുറിച്ച് ഖുർആനിൽ വേറൊരു കോമഡി ഉണ്ട്. അതാണ് ഈ ഖുർആനിലൂടെ നമ്മൾ വായിച്ചു പോകുമ്പോൾ ഏറ്റവും അവസാനം മദ്യത്തെക്കുറിച്ച് പറയുന്ന വാക്യം. അത് 16-ാം അധ്യായത്തിലെ 67-ാമത്തെ വാക്യം. അതിലെന്താ പറയുന്നത്? അവിടെ അള്ളാഹു നിങ്ങൾക്ക് അനുഗ്രഹമായിട്ട് തന്നിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നതിൻ്റെ ഇടയിൽ പറയുകയാണ്, ഈന്തപ്പനകളുടെയും മുന്തിരിവള്ളികളുടെയും ഫലങ്ങളിൽ നിന്നും നിങ്ങൾക്ക് നാം പാനീയം നൽകുന്നു, അതിൽ നിന്ന് ലഹരി പദാർത്ഥവും ഉത്തമമായ ആഹാരവും നിങ്ങൾ ഉണ്ടാക്കുന്നു. ചിന്തിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തമുണ്ട്. അപ്പോൾ മനുഷ്യർക്ക് പ്രയോജനകരമായ കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞിട്ട് അതിൽ ദൃഷ്ടാന്തമുണ്ട് എന്ന് പറയുന്നത് ഖുർആനിലെ ഒരു പതിവാണ്. നമ്മൾ മക്കയിലെ 13 കൊല്ലം ഇറങ്ങിയ ആയത്തുകളിലൊക്കെ ഇങ്ങനത്തെ ദൃഷ്ടാന്തം പറച്ചിലുകൾ കണ്ടു. അപ്പോൾ മനുഷ്യർക്ക് പ്രയോജനമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് അതെല്ലാം അള്ളാഹു നിങ്ങൾക്ക് ഉണ്ടാക്കി തന്ന അനുഗ്രഹങ്ങളാണ് എന്ന് എണ്ണി പറഞ്ഞിട്ട് അതിലൊക്കെ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന ഖുർആൻ്റെ പല്ലവി ഇവിടെ ആവർത്തിക്കുകയാണ്. ആ പല്ലവി ആവർത്തിക്കുമ്പോൾ അള്ളാഹു ഒരു മണ്ടത്തരം ഇവിടെ പറയുന്നുണ്ട്. എന്താ മണ്ടത്തരം? ഈത്തപ്പഴവും മുന്തിരിങ്ങയൊക്കെ നിങ്ങൾക്ക് തിന്നാനും
അതിൽ നിന്ന് പാനീയങ്ങൾ ഉണ്ടാക്കി കുടിക്കാനുള്ളതാണ്, നിങ്ങളതിൽ നിന്ന് നല്ല ലഹരിയുള്ള കള്ളുണ്ടാക്കിയും കുടിക്കുന്നു എന്നാണ് അനുഗ്രഹമായിട്ട് ഇവിടെ പറയുന്നത് 16-ാം അധ്യായത്തിലെ 67-ാമത്തെ വാക്യം. ഇനി ഇത് പറഞ്ഞതിൻ്റെ സന്ദർഭം പറയുന്നിടത്ത് ഇബ്നു അബ്ബാസ് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ആൻഡ് ഓഫ് ദ ഫ്രൂട്ട്സ് ഓഫ് ദി ഡേറ്റ് പാം ആൻഡ് ഗ്രേപ്സ് വെൻസ് യു ഡിറൈവ് സ്ട്രോങ് ഡ്രിങ്ക് ഇൻടോക്സിക്കൻസ് ബട്ട് ദിസ് ഈസ് അബ്രോഗേറ്റഡ്. ഈ വാക്യം പിന്നീട് കള്ള് നിരോധിച്ചപ്പോൾ അബ്രോഗേറ്റ് ചെയ്തിരിക്കുന്നു, നസ്ഖ് ചെയ്തിരിക്കുന്നു, ക്യാൻസലാക്കിയിരിക്കുന്നു എന്നാണ് ഇബ്നു അബ്ബാസ് എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അത് ക്യാൻസലാക്കേണ്ടി വന്നത്? ഇതിൽ പറയുന്നത് കള്ള് നിങ്ങൾക്ക് കുടിക്കാനുള്ളൊരു അനുഗ്രഹമാണ്, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമാണ് എന്നാണ്. നിങ്ങൾക്ക് ഞാൻ ഈത്തപ്പഴവും മുന്തിരിങ്ങയൊക്കെ ഉണ്ടാക്കി തന്നിരിക്കുന്നത് നിങ്ങൾക്ക് കള്ള് പാറ്റി കുടിക്കാനാണ് എന്ന കാര്യമാണ് ഇവിടെ അള്ളാഹു പറയുന്നത്. ഘട്ടം ഘട്ടമായിട്ട് മദ്യം നിരോധിക്കാൻ വിചാരിച്ചുകൊണ്ട് തീരുമാനിച്ചുകൊണ്ട് എല്ലാ ഘട്ടത്തിലേക്കും ഇറക്കാൻ ആയത്ത് തയ്യാറാക്കിക്കൊണ്ട് ലൗഹുൽ മഹ്ഫൂദിൽ നേരത്തെ റെഡിയാക്കി വെച്ച കിതാബാണ് ഖുർആനെങ്കിൽ ആ ഖുർആനിൽ ഇങ്ങനെ ഒരു മണ്ടത്തരം എഴുതി വെക്കുമോ? നിങ്ങൾക്ക് കഴിക്കാനുള്ള ആഹാരങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾ ഈത്തപ്പഴത്തു നിന്നും മുന്തിരിങ്ങയിൽ നിന്നും കള്ള് വാറ്റി കുടിക്കുന്നു, അതിലൊക്കെ നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന മണ്ടത്തരം എഴുതി വെക്കുകയും പിന്നീട് കള്ള് നിരോധിച്ചപ്പോൾ ഈ മണ്ടത്തരം നസ്ഖ് ചെയ്യാൻ വേണ്ടി, റദ്ദാക്കാൻ വേണ്ടിയിട്ട് തീരുമാനമെടുക്കുകയും ചെയ്യേണ്ട വല്ല ആവശ്യവും ദൈവത്തിനുണ്ടോ? സർവജ്ഞാനിയാണെങ്കിൽ, സർവജ്ഞാനിയായ ഒരു ദൈവം മദ്യം നിരോധിക്കണമെന്ന് തീരുമാനിച്ചുകൊണ്ട് അതിനു വേണ്ട ആയത്തുകൾ തയ്യാറാക്കിയപ്പോൾ അതിനകത്ത് ഈ മദ്യം അനുഗ്രഹമാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു വാക്യം ആദ്യം അവതരിപ്പിക്കുമോ? ഒരിക്കലുമില്ല. അപ്പോൾ ഈ ആയത്തിറങ്ങുന്ന സമയത്ത് മദ്യം നിരോധിക്കേണ്ടി വരുമെന്നോ അതൊരു മോശമായ കാര്യമാണെന്നോ അതിൽ പൈശാചികത ഉണ്ടോ എന്നും മുഹമ്മദ് ചിന്തിച്ചിട്ടില്ല. കാരണം മുഹമ്മദിൻ്റെ കൂടെ ഉള്ളവരൊക്കെ നല്ലപോലെ കള്ളും കുടിച്ച് ആസ്വദിച്ച് നടന്നിരുന്നവരാണ്. മുഹമ്മദും കുടിച്ചാലും കുടിച്ചില്ലെങ്കിലും അതൊക്കെ ആസ്വദിച്ചുകൊണ്ട് നല്ല കാര്യമാണെന്ന് വിചാരിച്ച് നടന്നിരുന്നതാണ്. അതുകൊണ്ട് മുഹമ്മദിന് ആ സമയത്ത് ഇതിനെപ്പറ്റി യാതൊരു ഗ്രാഹ്യവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ മുഹമ്മദ് അള്ളാഹിൻ്റെ അനുഗ്രഹങ്ങൾ എണ്ണി പറഞ്ഞ കൂട്ടത്തിൽ മുഹമ്മദിൻ്റെ കൂടെ ഉള്ളവരൊക്കെ നിത്യവും കുടിക്കുന്ന കള്ളും കൂടി അങ്ങ് ചേർത്ത് പറഞ്ഞു. ഇതാണ് ഖുർആനിൽ വന്നിട്ടുള്ള ആദ്യത്തെ കള്ളിൻ്റെ ആയത്ത്. അപ്പോൾ ഈ ആദ്യത്തെ കള്ളിൻ്റെ ആയത്തിൽ ഈ ജാതി മണ്ടത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ അല്ല, ഖുർആനിൽ അവസാനത്തെ. അതാണ് അതിൻ്റെ കോമഡി. ആദ്യമാണ് എന്ന് പറയുന്നത് വ്യാഖ്യാതാക്കളാണ്. വ്യാഖ്യാതാക്കൾ ഖുർആനിലെ വാക്യങ്ങൾ ഇറങ്ങിയതിൻ്റെ ക്രോണോളജി പറയുന്നിടത്താണ് ഇത് ആദ്യം വന്നതാണ് എന്നും പിന്നീട് മറ്റേത് വന്നപ്പോൾ ഇത് അബ്രോഗേറ്റ് ചെയ്തു എന്നും പറയുന്നത്. എന്നാൽ ഖുർആൻ എടുത്ത് വായിച്ചു നോക്കുന്നു. അപ്പോൾ നമ്മളെ ഖുർആനിസ്റ്റുകൾ പറയുന്നത് പോലെ ഖുർആനെ ഖുർആൻ കൊണ്ട് തന്നെ മനസ്സിലാക്കാം, വ്യാഖ്യാനിക്കാം എന്ന് പറയുന്ന ഖുർആനിസ്റ്റുകൾ ഖുർആൻ വായിക്കുകയാണെങ്കിൽ ഖുർആനിൽ അവസാനം വന്നിട്ടുള്ള ആയത്ത് ഇതാണ്. അവർക്ക് സുഖമായിട്ട് കള്ളുപിടിക്കുകയും ചെയ്യാം. കാരണം മറ്റേതൊക്കെ അബ്രോഗേറ്റ് ചെയ്തിട്ടാണ് ഇത് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതിനെ അബ്രോഗേറ്റ് ചെയ്തു എന്നുള്ളത് ഖുർആൻ കൊണ്ട് വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഖുർആനിലെ ക്രമം അനുസരിച്ച് മനസ്സിലാക്കിയാൽ ഖുർആനിൽ അവസാനം വന്നിട്ടുള്ള കള്ളിൻ്റെ ആയത്ത് കള്ള് ഒരു അനുഗ്രഹമാണ് എന്ന് സൂചിപ്പിക്കുന്ന ആയത്താണ്. അല്ലാതെ കള്ള് പൈശാചികമാണ് എന്ന് പറയുന്ന ആയത്തിനൊക്കെ അത് നസ്ഖ് ചെയ്തിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. എന്നാൽ ഇവിടെ പറയുന്നത് ഇത് നസ്ഖ് ചെയ്തിട്ടുണ്ട് എന്നും പൈശാചികമാണ്, അതുകൊണ്ട് അത് വർജിക്കുക എന്ന് പറഞ്ഞ ആയത്താണ് അവസാനം വന്നത് എന്നും അതുകൊണ്ട് അതാണ് എടുക്കേണ്ടത്, ഇതെടുക്കാൻ പാടില്ല എന്നുമാണ് പുതിയ വ്യാഖ്യാതാക്കൾ പറയുന്നത്. ജലാലൈനിൽ പറയുന്നു ദിസ് വേഴ്സ് കെയിം ബിഫോർ ഇറ്റ് വാസ് പ്രോഹിബിറ്റഡ്. അപ്പോൾ ജലാലൈനിയും പറയുന്നത് ഇത് അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ എണ്ണിപ്പറഞ്ഞെങ്കിലും ഈ വാക്യം അവതരിച്ചത് മദ്യം നിരോധിക്കുന്നതിന് മുമ്പാണ് എന്നാണ്. എന്ന് വെച്ചാൽ ഇത് നസ്ഖ് ചെയ്തിരിക്കുന്നു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഇനി വേറൊരു തഫ്സീറിൽ നോക്കുക. അത് തുസ്താരി എന്ന് പറയുന്ന വേറൊരു തഫ്സീറിൽ പറയുന്നുണ്ട് ദിസ് വേഴ്സ് വാസ് അബ്രോഗേറ്റഡ് ബൈ ദ വേഴ്സ് ഓൺ വൈൻ. കള്ളിനെ സംബന്ധിച്ച് വന്നിട്ടുള്ള ആയത്തുകൾ ഈ ആയത്തിനെ നസ്ഖ് ചെയ്തിരിക്കുന്നു, അബ്രോഗേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് തന്നെയാണ് മുഫസ്സിറുകളെല്ലാം എഴുതി വച്ചിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം ഇത് കള്ളിനെ സംബന്ധിച്ച് ആദ്യം അവതരിച്ച വാക്യമാണ്. അതിനകത്ത് കള്ള് മനുഷ്യർക്ക് ഒരു അനുഗ്രഹം എന്ന നിലയ്ക്ക് അള്ളാഹു ഇറക്കി തന്നതാണ്, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു വിളമ്പി വച്ചിരിക്കുകയാണ് ഈ മദ്യം ഖുർആനിൽ. പിന്നീടാണ് മദ്യം പിശാചിൻ്റെ ആണെന്ന് അള്ളാഹ്ക്ക് മനസ്സിലാകുന്നത്. അപ്പോഴാണ് അള്ളാഹു പിശാചിൻ്റെ പേര് പറഞ്ഞിട്ട് മദ്യം വർജിക്കാൻ ആവശ്യപ്പെടുന്ന ആയത്തുകൾ ഇറക്കിയിട്ടുള്ളത്. ഇന്ന് ഇസ്ലാമിൻ്റെ ആളുകൾ തള്ളിമറിക്കുന്നത് പോലെ ഇത് ഘട്ടം ഘട്ടമായി മദ്യം നിരോധിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു ഏർപ്പാടാണ് എന്ന വാദം വീണത് വിദ്യയാക്കുന്ന വ്യാഖ്യാനം മാത്രമാണ്. മുഹമ്മദിന് മദ്യത്തെക്കുറിച്ച് യാതൊരു നിലപാടും ഉണ്ടായിരുന്നില്ല. മുഹമ്മദ് ആദ്യം മദ്യത്തിന് അനുകൂലമായിരുന്നു. അങ്ങനെ മുഹമ്മദ് മദ്യം
അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ എണ്ണിക്കൊണ്ട് ആയത്തിറക്കി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മുഹമ്മദിൻ്റെ അടുത്ത് ഉമ്മർ വന്നാണ്ട് ഇത് ശരിയാവില്ല എന്നിങ്ങനെ പറഞ്ഞ് സ്വൈരം കെടുത്തപ്പോൾ അതിൽ കുറച്ച് ഗുണമുണ്ട് കുറേ ദോഷമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു അഴകുഴമ്പൻ ആയത്തിറക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ അലി നിസ്കാരത്തിൽ ഇമാമ് നിന്നിട്ട് സൂറത്തുൽ കാഫിറൂൻ തലകുത്തനെ ഓതിയിട്ട് അള്ളാനെ തന്നെ കുളത്തിലിറക്കിയപ്പോൾ ആൾക്കാർ വന്ന് പരാതി പറഞ്ഞപ്പോൾ മുഹമ്മദ് പൂസായിട്ട് നിസ്കരിക്കാൻ വരരുത് എന്ന് പറഞ്ഞിട്ടൊരു ആയത്തിറക്കി. അപ്പോഴും മുഹമ്മദിന് മദ്യം പൂർണ്ണമായിട്ട് ഒഴിവാക്കണമെന്നോ അത് പൈശാചികമാണോ എന്നൊന്നുള്ള ബോധം വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് സഅദ് ഇബ്നു അബീ വക്കാസും കൂട്ടരും കള്ളു കുടിച്ചിട്ട് തല്ലുകൂടുകയും വളരെ ഗുരുതരമായിട്ടുള്ള വംശീയമായിട്ടുള്ള വിഭജനം ഉണ്ടാകുന്ന തരത്തിൽ മുഹാജിറുകളും അൻസാറുകളും തമ്മിൽ അടിയുണ്ടാവുകയും ചെയ്തപ്പോഴാണ് മുഹമ്മദ് ഇത് ഒരു നടക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ബോധ്യപ്പെട്ട് മദ്യം നിരോധിക്കുന്നത്. അപ്പോൾ മുഹമ്മദിൻ്റെ മുമ്പിൽ വന്ന പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ, മുഹമ്മദ് നേരിട്ട പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ അപ്പോൾ മുഹമ്മദിൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ വിളിച്ചു പറയുക എന്ന പതിവ് രീതി തന്നെയാണ് മദ്യത്തിൻ്റെ കാര്യത്തിലും ഖുർആനിലുണ്ടായിട്ടുള്ളത്. അതല്ലാതെ തലക്ക് വെളിവുള്ള ഒരു പഠിച്ചോൻ ഘട്ടം ഘട്ടമായിട്ട് നിരോധിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഘട്ടങ്ങളൊന്നും അല്ല ഖുർആനിൽ കാണുന്നത്. അതായിരുന്നെങ്കിൽ നിങ്ങൾ പൂസിറങ്ങിയിട്ട് നിസ്കരിക്കാൻ വരിക തുടങ്ങിയിട്ടുള്ള മണ്ടത്തരങ്ങളോ ഇത് അനുഗ്രഹമാണ് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള വാക്യങ്ങളോ ഈ ഖുർആനിൽ ഉണ്ടാകുമായിരുന്നില്ല. മാത്രമല്ല ഈ ഘട്ടം ഘട്ടങ്ങളൊന്നും ഖുർആനിൽ നേരിട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുകയില്ല. ഏത് ഘട്ടമാണ് ആദ്യം പറഞ്ഞത്, ഏത് ഘട്ടമാണ് രണ്ടാമത് പറഞ്ഞത്, ഏതാണ് അവസാനം പറഞ്ഞത് എന്നൊന്നും ഇന്നത്തെ ഖുർആനിൽ നോക്കിയാൽ നമുക്കറിയാൻ പറ്റില്ല. ഇന്നത്തെ ഖുർആനിൽ നോക്കിയാൽ ഏറ്റവും അവസാനം വന്നത് മദ്യം അനുഗ്രഹമാണ് എന്ന് പറയുന്ന വാക്യമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഖുർആനിലെ ഘട്ടം ഘട്ടം നോക്കിക്കഴിഞ്ഞാൽ അവസാന ഘട്ടം പറഞ്ഞത് മദ്യം കഴിക്കാനാണ് എന്ന് വരും. എന്നാൽ വ്യാഖ്യാതാക്കൾ പറയുന്നത് ഇതൊക്കെ ഇറങ്ങിയ ക്രോണോളജി എന്ന് പറയുന്നത് വേറെയാണ്. അതിലാദ്യം പറഞ്ഞത് അതാണ്, രണ്ടാമത് പറഞ്ഞത് ഇതാണ്, മൂന്നാമത് പറഞ്ഞത് മറ്റേതാണ് എന്ന രീതിയിൽ വ്യാഖ്യാനിച്ചിട്ട് നമ്മൾ ഈ വായിച്ച പിശാചിൻ്റെയാണ് മദ്യം, അത് നിങ്ങൾ ഉപയോഗിക്കരുത്, അത് നിങ്ങളെ തമ്മിൽ തല്ലിക്കും എന്ന് പറഞ്ഞ വാക്യമാണ് അവസാനം വന്നത് എന്നും അത് വന്നതോടുകൂടി ബാക്കിയുള്ളതെല്ലാം മൻസൂഖായിരിക്കുന്നു, റദ്ദാക്കപ്പെട്ടിരിക്കുന്നു എന്നൊക്കെയാണ് വ്യാഖ്യാതാക്കൾ പറയുന്നത്. ഇതാണ് ഖുർആനിലെ മദ്യവുമായി ബന്ധപ്പെട്ടുള്ള കോമഡി. അപ്പോൾ നമ്മളിപ്പോൾ വായിച്ച അൽ ബഖറയിലെ 219 നിന്നോടവർ മദ്യത്തെയും ചൂതാട്ടത്തെയും പറ്റി ചോദിക്കുന്നു, പറയുക രണ്ടിലും ഗുരുതരമായ പാപമുണ്ട്, ജനങ്ങൾക്ക് പ്രയോജനങ്ങളുമുണ്ട്, എന്നാൽ പാപത്തിൻ്റെ അംശമാണ് പ്രയോജനത്തിൻ്റെ അംശത്തെക്കാൾ വലുത് എന്നത് ഒരു അഴകുഴമ്പൻ വാക്യമാണ്. അത് പറയുമ്പോൾ മുഹമ്മദിന് മദ്യത്തെക്കുറിച്ചോ മദ്യം നിരോധിക്കുന്നതിനെക്കുറിച്ചോ ഒന്നും വ്യക്തമായൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് കൂടുതൽ പ്രശ്നങ്ങളുണ്ടായത്. അപ്പോഴാണ് മുഹമ്മദ് മദ്യത്തെക്കുറിച്ച് കുറച്ചും കൂടെ കർശനമായ നിലപാടുകൾ എടുക്കുന്നത്. ഈ 3 വാക്യങ്ങളും, ഞാൻ വായിച്ച 3 വാക്യങ്ങളും ഉമ്മർ പിന്നെയും പിന്നെയും വന്ന് നിർബന്ധിച്ചത് കൊണ്ടാണ് അവതരിച്ചത് എന്നും ഈ വ്യാഖ്യാനങ്ങളിൽ കാണാം. വാഹിദിയുടെ ഈ വിശദീകരണത്തിൽ തന്നെ കാണാം. ഉമ്മർ ബിൻ ഖത്താബ് who made a supplication saying, "O Allah, explain to us unequivocally the matter of intoxicants." And so the verse of Surah Al-Baqarah 2:219 was revealed. Umar was summoned and this verse was recited to him. But he prayed again, "O Allah, explain to us unequivocally the matter of intoxicants." And so the verse of Surah An-Nisa was revealed. The crier of the Messenger of Allah used to say after announcing the beginning of any prayer, "Whoever is drunk should not approach the prayer." Again Umar was summoned and this verse was recited to him. Again he prayed, "O Allah, explain to us unequivocally the matter of intoxicants." This verse was then revealed. Strong drink and games of dance. Umar was summoned and the verse was recited to him. And when it got to the word of Allah, "Will you then have done?" Upon which Umar said, "We refrain from it, we refrain from it." അങ്ങനെ ഈ മൂന്നാമതും ക്ലിയറായിട്ട് മദ്യം വർജിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആയത്തിറക്കിയപ്പോഴാണ് ഉമ്മറിന് തൃപ്തിയായത്. അപ്പോൾ ഉമ്മർ പറഞ്ഞു, ഞങ്ങളത് ഒഴിവാക്കിക്കോളാം എന്ന് പറഞ്ഞു എന്നാണ്. അപ്പോൾ ഈ 3 വാക്യവും ഉമ്മർ തുടർച്ചയായിട്ട് ആവശ്യപ്പെട്ടതനുസരിച്ചും ഒരായത്ത് ഇറക്കിയപ്പോൾ ആ ആയത്ത് ഉമ്മറിനെ ഓതി കേൾപ്പിച്ചപ്പോൾ ഉമ്മർ അതിൽ അസംതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് വീണ്ടും അത് പോരാ എന്ന് പറഞ്ഞ് അള്ളാഹിൻ്റെ പേരും പറഞ്ഞിട്ട് ആവശ്യപ്പെട്ടു. അപ്പോൾ രണ്ടാമത്തെ ആയത്ത് വന്നു, അത് ഓതി കേൾപ്പിച്ചപ്പോൾ ഉമ്മറിന് അതിലും തൃപ്തി വന്നില്ല. അപ്പോൾ ഉമ്മർ വീണ്ടും ആവശ്യപ്പെട്ടു. അങ്ങനെ മൂന്നാമത് ഇത് പിശാചിൻ്റെയാണ്, ഇത് വർജിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആയത്ത് ഇറങ്ങിയപ്പോൾ
ഉമ്മറിന് തൃപ്തിയായി. അപ്പോൾ ഉമ്മർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞങ്ങളിത് ഒഴിവാക്കിക്കോളാം. അപ്പോൾ ഉമ്മർ നിർബന്ധിച്ചിട്ടാണ് ഖുർആനിലെ മദ്യനിരോധനം കൊണ്ടുവന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അള്ളാഹ്ക്കാണോ ഉമ്മറിനാണോ അന്തമുള്ളത്? നിങ്ങൾ ആലോചിച്ച് നോക്കുക. പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു ലോകാവസാനം വരേക്കൊരു കിതാബ് ഇറക്കുമ്പോൾ അതിൽ ഇന്ന കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത്. ഇങ്ങനെ അത് പിന്നെയും ആയത്തിറക്കിച്ചിട്ട് അത് വെട്ടിത്തിരുത്തിച്ചിട്ട് പിന്നെയും അത് പോരാ എന്ന് പറഞ്ഞിട്ട് വേറെ പുതിയ ആയത്തൊക്കെ ഇറക്കിക്കുന്ന ആൾ ഉമ്മർ ഖത്താബാണ് എങ്കിൽ, ഉമ്മർ ഖത്താബിൻ്റെ കാര്യം നമ്മൾ മുമ്പും പറഞ്ഞിട്ട്, ഉമ്മർ ഒരുപാട് ആയത്തുകൾ ഖുർആനിൽ ഇറക്കിച്ചിട്ടുണ്ട്. ഉമ്മർ പറഞ്ഞിട്ട് ഇറക്കിച്ചിട്ടുണ്ട്, ഉമ്മർ പറഞ്ഞത് അതുപോലെ ഇറക്കിയിട്ടുണ്ട്, ഉമ്മർ നിർബന്ധിച്ചിട്ട് ഇറക്കിയിട്ടുണ്ട്. അങ്ങനെ ഉമ്മറിന് വേണ്ടി ഒരുപാട് ആയത്തുകൾ ഈ ഖുർആനിൽ വന്നിട്ടുണ്ട്. അങ്ങനെ മദ്യത്തെ സംബന്ധിക്കുന്ന ഈ 3 ആയത്ത് ഉമ്മർ നിർബന്ധിച്ചിട്ട് വന്നതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ കള്ളുകുടിയനായിരുന്ന ഉമ്മറിൻ്റെ അത്ര പോലും കള്ളിനെക്കുറിച്ച് യാതൊരു ഗന്ധവും ആർക്കുണ്ടായിരുന്നില്ല? പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹ്ക്കുണ്ടായിരുന്നില്ല. കാരണം മുഹമ്മദിന് അത്രേ അതിനെക്കുറിച്ച് ഐഡിയ ഉണ്ടായിരുന്നുള്ളൂ. മുഹമ്മദിന് കള്ളിനെക്കുറിച്ച് യാതൊരു നിലപാടും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മുഹമ്മദിൻ്റെ അള്ളയെ അങ്ങനെ നിലപാടില്ലാത്ത ആളായി അഴകുഴമ്പനായിട്ട് ഓരോന്ന് പറഞ്ഞു. അപ്പം മുഹമ്മദിനേക്കാളും അന്നാലേക്കാളും ഒക്കെ ബുദ്ധി അന്തമുള്ള ഉമ്മർ വന്നിട്ട് അതെല്ലാം വെട്ടിത്തിരുത്തിച്ച് നേരെയാക്കി കൊടുത്തു. ഇതാണ് കഥ. അപ്പോൾ ഇത് ഘട്ടം ഘട്ടമായി അള്ളാഹു ആകാശത്ത് തയ്യാറാക്കി വെച്ചതാണോ, അതോ മുഹമ്മദിൻ്റെ മുമ്പിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങൾക്കനുസരിച്ച് മുഹമ്മദും ഉമ്മറും ഒക്കെ കൂടെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണോ എന്ന് ആലോചിച്ചാൽ മതി. മദ്യത്തെക്കുറിച്ചുള്ള എല്ലാ വീമ്പ് പറച്ചിലും ഇത്രയേ ഉള്ളൂ. ഖുർആനിലെ മദ്യനിരോധനം എന്ന് പറയുന്നത്, ഖുർആനിലെ മദ്യത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളും ഒക്കെ കട്ട കോമഡിയാണ് എന്നർത്ഥം. ഖുർആനിലെ ഏറ്റവും അവസാനം, ഇന്നത്തെ ഖുർആൻ്റെ ക്രമം അനുസരിച്ച് ഏറ്റവും അവസാനം പറയുന്നത് അള്ളാഹിൻ്റെ അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ് മദ്യം എന്നാണ്. പക്ഷേ അത് അവസാനം ഇറങ്ങിയതല്ല, ആദ്യം ഇറങ്ങിയതാണ് എന്നാണ് വ്യാഖ്യാതാക്കൾ പറയുന്നത്. വേണമെങ്കിൽ ഖുർആനെ കള്ളുടിയന്മാർക്ക് ഏത് രീതിയിലും വേണേൽ വ്യാഖ്യാനിക്കാം. സാധാരണ കള്ളുടിയന്മാർക്ക് അത് അള്ളാഹിൻ്റെ അനുഗ്രഹമാണെന്ന് പറഞ്ഞുകൊണ്ട് 24 മണിക്കൂറും കുടിക്കാം. അതല്ല, കുറച്ചൊക്കെ കുടിക്കുന്നവരാണെങ്കിൽ നിസ്കരിക്കുമ്പോൾ മാത്രമേ കുടിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുള്ളൂ, നമുക്ക് അല്ലാത്ത നേരം കുടിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയും കുടിക്കാം. അതല്ലെങ്കിൽ കുടിക്കാതിരിക്കുകയും ചെയ്യാം. ഏത് നിലപാടും ഖുർആൻ അനുസരിച്ച് എടുക്കാം. ഇങ്ങനെയൊക്കെയാണോ ദൈവം പുസ്തകം ഇറക്കുക? ഇങ്ങനെയാണോ ദൈവത്തിൻ്റെ പുസ്തകത്തിലൊരു കാര്യം പറയുക? പറയേണ്ട കാര്യം കൃത്യമായിട്ട് അത് ഇന്ന കാരണങ്ങൾ കൊണ്ട് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ലളിതമായി വിശദീകരിച്ചുകൊണ്ട് ഒരു കാര്യമായിട്ട് പറഞ്ഞാൽ പോരെ? അത് പിന്നെ ആവർത്തിക്കേണ്ട കാര്യം പോലുമില്ല, വെട്ടിത്തിരുത്തേണ്ട കാര്യമില്ല. അങ്ങനെ പറയാനുള്ള അന്തം മുഹമ്മദിനില്ലാത്തതുകൊണ്ട് മുഹമ്മദിൻ്റെ അള്ളാഹുവിനും ഇല്ലാതെ പോയി എന്നേ ഉള്ളൂ. ഇതാണ് മദ്യത്തെ സംബന്ധിച്ചുള്ള കോമഡി. അടുത്ത വാക്യം കുറച്ചധികം വിശദീകരിക്കേണ്ട ഒരു വിഷയമായതുകൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം.